ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐഡ ഹോളിഡേസ് ആണ്. ഐഡ ഹോളിഡേസ്. ആദ്യം ഞാൻ തരും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. വൺ ടൈം കിട്ടേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു മാസ് സംഭവമാണ് ഞങ്ങൾ ഈ ഐവി. ഒരു നല്ലൊരു ഐഡിയ ആണ്. പോയിട്ട് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് നല്ല പാക്കേജ് ആയിരുന്നു. ഭക്ഷണമൊക്കെ വൈബ് സാധനമായിരുന്നു, അടിപൊളിയായിരുന്നു. ബിസ്ക്കറ്റും ഐസ്ക്രീമും നമ്മുടെ ഇടയ്ക്കുള്ള സ്നാക്സും എല്ലാം ഗംഭീരമായിരുന്നു. എനിക്ക് പ്രത്യേകം പറയാനുള്ളത് അക്ബറിക്കാനെ പറ്റി മൂസനിക്കാനെ പറ്റിയാണ്. പിന്നെ നമ്മുടെ ബാക്കി 3 ചേട്ടന്മാര് അക്ബറിക്കും മുസ്ലിക്കും ഉമ്മ കൊടുക്കുകയാണ്. പിന്നെ ട്രിപ്പിളി ഫാമിലിയിൽ അംഗങ്ങളായ പോലെയാണ് എനിക്കൊക്കെ ഫീൽ ചെയ്തത്. അല്ലേ? അത്രയും വൈബുള്ള മനുഷ്യരായിരുന്നു ഇവര്. സാധാരണ റിസോർട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു ഒരു മണിക്കൂറായിരിക്കും കിട്ടുന്നത്. അതെ, നമ്മളെല്ലാവരും അനുഭവിച്ചു. നമ്മൾ എത്ര മണി തൊട്ട് അവിടെ കിടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചാടി വൈബാക്കി. ഇത്രയും നല്ലൊരു പാക്കേജ് നമുക്കായി പ്രസന്റ് ചെയ്ത് തന്ന ഐഡ ഹോളിഡേസ് ആണ്. പിന്നെ ചേട്ടന്മാർക്ക് വലിയൊരു ടൈംസ്. നമ്മുടെ കൂടെ ഉള്ളവരൊപ്പം തന്നെ ആദ്യം തൊട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരോട് അല്ലാണ്ട് മീൻസ് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ പോലെ തന്നെ ചേട്ടന്മാരും എല്ലാവരും നിന്നു. പ്രതീക്ഷിച്ചതല്ല, പ്രതീക്ഷിച്ചതിനപ്പുറമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഐഡ ഹോളിഡേസിനോട് സ്പെഷ്യൽ താങ്ക്സ്. നിങ്ങളുടെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ വാക്കുകളില്ല. നിങ്ങൾ 5 പേരും ഞങ്ങളുടെ കൂടെ ഐവി കൂടിയ ടീംസാണ്. ഈച്ച് ആൻഡ് എവരി മൊമെന്റ് ഞങ്ങൾക്ക് മെമ്മറബിൾ ആയിരുന്നു. അതെ, സാധാരണ ഗോവയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വയറിനൊക്കെ നല്ല സീൻ വരാറുണ്ട്. ചിലർക്ക് ഫുഡ് പോയിസൺ ഒക്കെ അടിക്കും. പക്ഷെ നമുക്ക് ആർക്കൊക്കെ അടിക്കാം. നമുക്ക് ഇതുവരെ ഐഡ ഹോളിഡേസ് നമുക്ക് ഓസിനൊക്കെ അതൊക്കെ മതി. അവരാ മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ചിലപ്പോൾ അവരില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇത്ര എൻജോയ് ചെയ്യാൻ ചാൻസ് ചിലപ്പം കാണില്ല. ഒരിക്കലില്ല. കാരണം അവര് എന്താ ബാക്കിയുള്ളവർ പറഞ്ഞ പോലെ നമ്മളോടൊന്നും നമ്മളൊരാളായി നമ്മളങ്ങ് എൻജോയ് ചെയ്യിപ്പിച്ചു. കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും ബസ്സിലെ ചേട്ടന്മാർക്കും ഞങ്ങൾ താങ്ക്സ് അറിയിക്കും. പാക്കേജ് കൊള്ളായിരുന്നു. കന്തേരി എത്തി ആ റിസോർട്ടിൽ കയറി അപ്പം മനസ്സിലായി ഇത് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നുമല്ല, വേറെ ലെവൽ ആൾക്കാരാണ്. നമ്മൾ ചിന്തിക്കുന്നതല്ല ഇത് ചിന്തിക്കുന്നത്. നമ്മൾ ലോ ആണെങ്കിൽ റിവർ ഡബിൾ ഹൈ. ഓക്കെ, അപ്പം വളരെ താങ്ക്സ് ഇങ്ങനത്തെ ഒരു സ്റ്റേ ഒപ്പിച്ചതിന്. ഐഡ ഹോളിഡേസ് ഈ എല്ലാ സാധനങ്ങളും അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല 2 പേർക്കും ട്രിപ്പിളി ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും എന്റെ സ്വന്തം പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നിർമ്മലേട്ടായി, വിനീഷ് ചേട്ടൻ, ഗോൽവിൻ ചേട്ടൻ, ഈ 3 പേരും 5 പേരും സെറ്റായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇങ്ങനെ വേറെ ബസ്സിലൊക്കെ പോയപ്പം ഒട്ടും കാണാത്തൊരു കാര്യമാണ് ഈ ഇടയ്ക്കൊക്കെ സ്നാക്സ് ഒക്കെ തരുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതൊരു ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇടയ്ക്കൊക്കെ സ്നാക്സ് കൊണ്ടുവരിക, പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിഞ്ഞിട്ടും ഐസ്ക്രീം ഒക്കെ മേടിച്ചു തരിക. സെറ്റായിരുന്നു. നല്ലപോലെ അറേഞ്ച് ചെയ്തൊരു ട്രിപ്പായിരുന്നു. വരുന്നില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞെന്ന് എല്ലാരും കൂടി കൊണ്ടുപോയി ഹാപ്പിയായി. ഞാനും ഹാപ്പിയായി. ഇവര് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് നമ്മളിൽ ഒരാളായിട്ട് പല പ്രത്യേക സാഹചര്യങ്ങളിലും അവര് നമ്മുടെ കൂടെ നിന്നു. ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. വണ്ടിയും ഇപ്പൊ എല്ലാരും പറഞ്ഞൊരു കാര്യമാണ്, വണ്ടി ഭയങ്കര കിടുക്കനായിരുന്നു. സത്യമാണ്. ഒരുപക്ഷെ അമൽജ്യോതിന്ന് പോയതിൽ വെച്ചിട്ട് ഏറ്റവും സെറ്റ് വണ്ടി നമ്മുടെ തന്നെയായിരുന്നു. കിടിലൻ ട്രിപ്പായിരുന്നു. നമ്മുടെ ബാച്ചിലുള്ളവരും ജൂനിയേഴ്സും എല്ലാവരും മെസ്സേജ് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഐവി ഭയങ്കര അടിപൊളിയാണ്. അമൽജ്യോതിന്ന് പോയതിൽ ഏറ്റവും കൂടുതൽ പൊളിക്കുന്നത് നമ്മളാണെന്നാണ് അവർ പറഞ്ഞത്. ബെസ്റ്റ് ഐവി എന്നാണ് എല്ലാവരും പറഞ്ഞു. വേറെ ഒരു പാക്കേജ് ഇത്ര വൈബായില്ല. ബ്രഹ്മോസ് റിപ്ലിക്ക നമ്മുടെ എൻട്രി മുതൽ ഇപ്പൊ ഈ എക്സിറ്റ് പോകുന്ന വരെ എല്ലാം വൈബായിരുന്നു. എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് ഫുഡിലൊന്നും കോംപ്രമൈസ് ചെയ്യാതെ നല്ല ഫുഡ് തന്ന് നമ്മളെ പൊന്നുപോലെ നോക്കിയവർക്ക് വലിയൊരു കൈയടി കൊടുക്ക.